ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 17 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന XUV 7XOൻ്റെ AX ബേസ് വേരിയൻ്റാണിത്. ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആണ് എങ്കിലും ഈ വീഡിയോ മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന്. കാരണം അത്രയ്ക്ക് അധികം ഫീച്ചേഴ്സ് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ താർ റോക്സിൻ്റെ ബേസ് വേരിയൻ്റൊക്കെയാണ് നോക്കുന്നത്. അതൊരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ളൊരു വാഹനം വേണം, കുറച്ചും കൂടി ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേരിയൻ്റാണ് ഈ ഒരു AX വേരിയൻറ്റ്. 7XOയിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഇതിൻ്റെ AX3 വേരിയൻറ്റിലേക്ക് പോകണം. പക്ഷേ നിങ്ങളൊരു മാനുവലാണ് നോക്കുന്നത് എങ്കിൽ ഈ വേരിയൻ്റ് ആയിരിക്കും ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനം. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, നമ്മുടെ താർ റോക്സിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ബേസ് വേരിയൻറ്റിന് വരുന്നുണ്ട്, ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ XUV 7XOൻ്റെ AX ബേസ് വേരിയൻ്റാണ്. ബേസ് വേരിയൻറ്റ് നമുക്ക് പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ്, പക്ഷേ മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റായ AX3 വേരിയൻറ്റിലേക്കെങ്കിലും പോകേണ്ടി വരും. AX3 വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് പെട്രോളിലും ഡീസലിലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഹിറാം മോട്ടോഴ്സിൻ്റെ പുത്തനത്താണി ഷോറൂമിലാണ്. പുതിയ ഷോറൂമാണ്, സെയിൽസും സർവീസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ കീയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇതിന് കൊടുത്തിരിക്കുന്ന കീ. ടോപ്പ് എൻഡിൽ വരെ ഈ സിമിലർ കീ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മഹീന്ദ്ര EVയിലൊക്കെ കണ്ട സെയിം കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് ഈ വേരിയൻറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഈ വേരിയൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് നമുക്ക് ഈ ബേസ് വേരിയൻറ്റിൽ ലഭിക്കുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാറ്റവും ഈ വാഹനത്തിൽ ഫീൽ ചെയ്യില്ല. ഇത് ഒറ്റ നോട്ടത്തിലൊരു ബേസ് വേരിയൻ്റാണെന്ന് പോലും ആരും പറയില്ല. കാരണം അത്രയ്ക്ക് ലുക്കലാണ് ശരിക്കും ഈ വാഹനം വന്നിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൺറൂഫ് വരുന്നില്ല, ഫോഗ് ലൈറ്റ് വരുന്നില്ല, ഡ്യുവൽ ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നില്ല എന്ന് പല പല കൺസേൺസും പറയാം. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബേസ് വേരിയൻ്റാണെന്ന് ആരും പറയില്ല. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് 7XOക്ക് അപാര റോഡ് പ്രസൻസ് ആണ്. ഒരു പ്രീമിയം വാഹനത്തിന് വേണ്ട എല്ലാ ലുക്കും ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു പ്രീമിയം ലുക്കിംഗ് വാഹനമാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ ബ്ലാക്കും അവൈലബിൾ ആണ്. ബ്ലാക്കും ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് വരുന്ന ഒരു വാഹനമാണ്. നമ്മുടെ റോക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റോക്സ് ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളാണ്. പല ആളുകളും ഒരു ആഗ്രഹം മൂത്തൊക്കെയായിരിക്കും ആ വാഹനം എടുക്കുന്നത്. പക്ഷേ 7XOയിലേക്ക് വന്നു കഴിഞ്ഞാൽ 7XO കുറച്ചും കൂടി നമുക്ക് ഒരു പ്രീമിയം ലുക്കിങ്ങും പ്രീമിയം ഡ്രൈവിംഗ് കംഫർട്ടും തരുന്നൊരു വാഹനമാണ് 7XO. ഇപ്പോൾ റോക്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റിന് കൂടുതൽ വരുന്നുണ്ടെങ്കിലും അതിന് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലെ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞോണം ടോപ്പ് എൻഡിൻ്റെ സിമിലർ ലുക്കാണ്. ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ നമുക്ക് ലൈൻസ് കാണാനായിട്ട് പറ്റും. ഇതിൽ ഫ്രണ്ട് ക്യാമറയൊന്നും വരുന്നില്ല, അവിടെ നമുക്ക് ആ ഒരു എംറ്റി സ്പേസ് കാണാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ നമുക്ക് ഒരു LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ആ ഒരു സിൽവർ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ക്രോം എലമെൻറ്റ്സ് കാണാം. നമുക്ക് ഫുൾ LED ആയിട്ടുള്ളൊരു DRL കാണാം. അത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സായിട്ടും ഫങ്ഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ മുകളിലെ പോർഷനാണ് നമുക്ക് ശരിക്കും ഫങ്ഷൻ ചെയ്യുക. താഴത്തെ നമുക്ക് DRL ആയിട്ട് തന്നെ നിലനിൽക്കുന്ന രീതിയിലാണ്. ഈ വശങ്ങളിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. താഴത്തെ ബെമ്പർ യൂണിറ്റിലേക്ക് വന്നാലും ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ആ ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാം. 200 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫോഗ് ലൈറ്റ് വരുന്നില്ല, പക്ഷേ ആ പൊസിഷൻ നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ഫോഗ് ലൈറ്റ് ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഫ്രണ്ടിലെ ബെമ്പറിൻ്റെ പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇതൊരു ബേസ് വേരിയൻ്റ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുക. അതിന് പ്രധാന കാരണം ഈ കൊടുത്തിരിക്കുന്ന വീൽസ് തന്നെയാണ്. നമുക്ക് ഈ ബേസ് വേരിയൻ്റ് അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് അലോയ്സിൻ്റെ ലുക്കുള്ള ഒരു വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 235, 65 or 17 ആണ് ടയർ സൈസ് വരുന്നത്. അതായത് ബേസ് വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് 70 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. വശങ്ങളിൽ നമുക്ക് ആ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ബാക്ക് വശം വരെ നീളുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 4695 mm ആണ് ലെങ്ത്ത് വരുന്നത്. വീൽ ബേസ് ആണെങ്കിൽ 2750 mm വീൽ ബേസും ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ സ്പേസ് നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ലഭിക്കും. വിട്ടാണെങ്കിൽ 1890 ഹൈറ്റ് 1755 mm ആണ് കൊടുത്തിരിക്കുന്നത്.
ഇനി മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. റിക്കോ സെൻസർ കൊടുത്തിട്ടില്ല, പക്ഷേ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. വിൻഡോ ക്രോം കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നൊക്കെ വേണമെങ്കിൽ ആക്സസറൈഡ് ചെയ്യാം. നമ്മളുടെ B പില്ലറും C പില്ലറും എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ഇതിൻ്റെ മുകളിലൊരു സ്റ്റിക്കറാണ്, അത് റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഫുൾ പില്ലേഴ്സ് വരുന്നത്. പിന്നെ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. അതിപ്പോൾ എല്ലാവരും നമുക്ക് കൂൾ ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻ്റ് ഓൺവേർഡ്സ് റൂഫ് റെയിൽസ് കാണാം. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബേസ് വേരിയൻറ്റിൽ സൺ റൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ നമുക്കൊരു ഷാർഫിൻ ആൻറ്റിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് തന്നെ നമുക്ക് 7XO ഫീൽ ചെയ്യും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന മാറ്റം ബാക്കിൽ വൈപ്പർ, വാഷർ, ഡീഫോഗർ വരുന്നില്ല എന്നുള്ളതാണ്. മറ്റ് ലുക്കെല്ലാം നമുക്ക് ടോപ്പ് എൻഡിന് സിമിലറായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഈ പോർഷൻസെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നടുക്ക് മഹീന്ദ്രയുടെ വലിയ ലോഗോ കാണാം. റിവേഴ്സ് ക്യാമറ നമുക്ക് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് ഒരു 6000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ആക്സസറൈഡ് ചെയ്യാം. ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലൈറ്റ് യൂണിറ്റ് നമുക്ക് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ അതിനോട് ചേർന്ന് ഇവിടെ LED ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ലൈറ്റും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ലോക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലാണ്ട് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സ് ഫങ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ XUV 7XO എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ബമ്പർ യൂണിറ്റിലേക്ക് വന്നാലും അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. അതിൻ്റെ താഴെ നമുക്കൊരു ക്രോം എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ 3 റോയും നിവർത്തി വെച്ചിരിക്കുകയാണ് എങ്കിൽ നമുക്ക് 240 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുകയുള്ളൂ. അതല്ല നമുക്ക് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ സീറ്റുകൾ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ നമുക്ക് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 460 ലിറ്ററിൻ്റെ ബൂട്ടും നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു 5 സീറ്റായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം 7 സീറ്റായിട്ട് യൂസ് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ളൊരു വാഹനമാണ്. ഇനി തേർഡ് റോ പാസഞ്ചേഴ്സിൻ്റെ കംഫോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ AC വെൻസ് ഇൻഡിവിജ്വലി 2 സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാം. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഈ വശത്ത് നമുക്ക് ആ കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. ടോപ്പിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഹുക്ക് 2 വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് റോ ശരിക്കും കിഡ്സിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് ആ ബാക്ക് സീറ്റ് വരുമ്പോൾ കാണാം ചെറിയൊരു ലെഗ് സ്പേസ് ആണുള്ളത്. ഒട്ടും തൈ സപ്പോർട്ട് ഇല്ലാത്ത സീറ്റുകളാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം 7 സീറ്റായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 5 സീറ്റായിട്ട് യൂസ് ചെയ്യാൻ ബെസ്റ്റായിരിക്കും. ഇനി നമുക്ക് അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞു പോകണം, ഈ വാഹനത്തിന് റിക്കോ സെൻസർ കാര്യമൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതാരും ഒരു ബേസ് വേരിയൻ്റാണെന്ന് പറയില്ല. അത്രയും ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വരാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2 ടോൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് കാണാം. ഇവിടെ ഒരു ബ്രൗൺ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അത് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കർ ഗില്ല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് നമുക്ക് ഫാബ്രിക് സീറ്റുകളാണ്. വശങ്ങളെല്ലാം നമുക്ക് ആ ഒരു കളർ ടോണിൻ്റെ പൈപ്പിങ്സ് കാണാം. മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്, എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡുള്ള ഡെഡ് പെഡൽ കാണാനായിട്ട് പറ്റും. ഇവിടെ വശങ്ങളിലായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹിൽ ഡിസൈൻ കൺട്രോൾ, ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. AC വെൻസ് ചുറ്റിയെല്ലാം നമുക്ക് ആ ഒരു ബ്രൗൺ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. AC വെൻസിനകത്ത് നമുക്ക് ആ ഒരു സിൽവർ ഇൻസെറ്റ് കാണാം. ഇനി അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് നോക്കാം. 7XO ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബേസ് വേരിയൻ്റാണെന്ന് ആരും പറയില്ല. അതിന് പ്രധാന കാരണം ഈ കൊടുത്തിരിക്കുന്ന ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് തന്നെയാണ്. അത് ബേസ് വേരിയൻ്റ് ടു ടോപ്പ് എൻഡ് വരെ സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അഡ്രിനോക്സിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ChatGPT, യൂട്യൂബ്, അങ്ങനെ ഗൂഗിളിൻ്റെ മാപ്പ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ ഈ തേർഡ് സ്ക്രീനിലാണ് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് നമുക്ക് പഴയ 7XOയിൽ കണ്ട സിമിലർ സ്റ്റിയറിംഗ് വീലാണ്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഗ്ലോസി ഫിനിഷുള്ള 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ലഭിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ
ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ക്രൂസ് കൺട്രോൾ ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാനായിട്ട് പറ്റും. നമുക്ക് ഓട്ടോമാറ്റിക് അല്ലാത്തത് കൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 12.3 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റലാണ്. ഇവിടെ നമുക്കൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം. ഇവിടെ സ്പീഡോമീറ്റർ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് എല്ലാം സ്പീഡോമീറ്റർ ആർപിമീറ്റർ എല്ലാം ഡിജിറ്റലായിട്ടാണ് വരുന്നത്. നടുക്കുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. ഡ്രൈവർ ഇൻഫോ, അതായത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റിയറിംഗ് പൊസിഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നാവിഗേഷൻ ഇതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നാവിഗേഷൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കിട്ടുന്ന ആ ഒരു നാവിഗേഷൻ്റെ ഫീച്ചർ നമുക്ക് ഇതിനകത്തേക്ക് ലഭിക്കും. അപ്പോൾ അതിനകത്ത് ആ ഫുൾ സ്ക്രീൻ മാറി നമ്മുടെ നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ടോപ്പ് എൻഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും TPMS അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡയൽ എന്ന് തന്നെ പറയാം. അത് റെഡ് ഇൻസൈഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ ഡീസൽ വേരിയൻ്റ് ആണെങ്കിൽ ഇതിനകത്ത് സിപ്പ് സൂം എന്നും പറഞ്ഞ് ഡ്രൈവ് മോഡുകളും കൂടിയും വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 12.3 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. 4 സ്പീക്കറും 4 ടൂട്ടോടും കൂടി മ്യൂസിക് സിസ്റ്റമാണ് ഈ ബേസ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീനാണ്. HD സ്ക്രീൻ എന്ന് തന്നെ പറയാം. ഇതിനകത്ത് നമുക്ക് യൂട്യൂബ് കാര്യങ്ങളെല്ലാം പ്ലേ ചെയ്യാനായിട്ട് പറ്റും. 2 സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ കാണാം യൂട്യൂബ് കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് കാര്യങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല. വണ്ടി ഡ്രൈവിൻ്റെ സമയത്ത് നമുക്ക് ആ ഒരു സ്ക്രീൻ മാത്രമേ ഫംഗ്ഷൻ ആവുള്ളൂ. ഈ സ്ക്രീൻ ഫംഗ്ഷനിലാവില്ല. ഇതിനകത്ത് ഇപ്പോൾ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ആ പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. പാർക്കിംഗ് ക്യാമറ വരികയാണെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിലായിരിക്കും നമ്മുടെ പാർക്കിംഗ് ക്യാമറ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുക. അങ്ങനെ നല്ല റെസ്പോൺസ്, ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനിൽ നിന്ന് തന്നെ പറയേണ്ടി വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയെല്ലാം നമുക്ക് ആ ഒരു ബ്രൗൺ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കോർണറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് AC വെൻസ് കാണാം. AC വെൻസിനകത്ത് നമുക്ക് ആ ഒരു സിൽവർ ലൈൻസ് കൊടുത്തിരിക്കുന്നു. താഴെ മാനുവൽ AC കൺട്രോൾസാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓട്ടോ AC ഒന്നും ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഹസാർഡ് ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ സ്ക്രീനിൻ്റെ ഡയറക്റ്റ് ഹോം ബട്ടണാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് നമുക്കിവിടെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇത് വയർലെസ് ചാർജിങ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇവിടെ താഴെയായിട്ട് നമുക്കൊരു Type C ചാർജിങ് പോർട്ട് 65 വാട്ട്സിൻ്റെയും പിന്നെ ഒരു USB കണക്ടിവിറ്റി ഓപ്ഷൻസും വരുന്നുണ്ട്. നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. കീ നമ്മൾ ഓൾറെഡി കാണിച്ചിരുന്നു. ചെറിയൊരു കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളതാണ്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും അത് കൂൾഡ് ഫീച്ചറോട് കൂടിയ സെൻറ്റർ ആംറെസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയ വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. സൺറൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലോ ബോക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് കയറി കഴിഞ്ഞാൽ ആരും ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. അത്രയ്ക്ക് ഫീച്ചർ ലോഡായിട്ടാണ് ആ ബേസ് വേരിയൻറ്റ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞോണം താർ റോക്സ് നോക്കുന്നവർ ഒരു 1 ലക്ഷം രൂപയാണ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഈ വാഹനം നിങ്ങൾക്ക് ലഭിക്കും. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. അതിൻ്റെ കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ബാക്കിലെ ഡോർ പാഡ്സും നമുക്ക് സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെ ആ ഒരു ബ്രോൺസ് ഫിനിഷ് കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു Type C ചാർജിങ് പോർട്ടുകൾ കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. സെൻറ്റർ ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ സീറ്റ് നമുക്ക് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നമുക്ക് സീറ്റ് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. സീറ്റ് പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇഷ്ടം പോലെ സ്പേസാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നമുക്ക് നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. ഈ സീറ്റിൽ തന്നെ 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. തേർഡ് റോ ആവശ്യമുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ബേസ് വേരിയൻറ്റിൽ ബ്ലാക്ക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിലേക്ക് പോകുമ്പോൾ വൈറ്റ് സീറ്റാണ്. ഇപ്പോൾ ഇൻറ്റീരിയർ അത്യാവശ്യം വൈറ്റായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും
സീറ്റ് നമുക്ക് ഈ ബ്ലാക്ക് തന്നെ ചെളിയാവാണ്ടൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല റൂമി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ സീറ്റ് നമുക്ക് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നമുക്ക് ഇത്രയും പൊസിഷൻ നമുക്ക് റിക്ലൈൻ ചെയ്യാം. ഒരു അടിപൊളി സീറ്റിംഗ് പൊസിഷനും ഈ വാഹനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. 7X1 സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS, സ്റ്റിയറിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അങ്ങനെ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ADAS ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് 2 ലിറ്റർ M സ്റ്റാലിൻ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 200 HP പവറും 380 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. മൈലേജ് കമ്പനി പറയുന്നത് 15ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 10നും 13നും ഇടയ്ക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ 2.2 ലിറ്റർ M-HOG ഡീസൽ എഞ്ചിനാണ്. അതിൻ്റെ ഹൈ ട്യൂണിങ്ങിലാണ് ഈ വാഹനം ലഭിക്കുന്നത്. 182 HP പവറും 450 Nm ടോർക്കുമാണ്. ഒരു രക്ഷയില്ലാത്ത പവറാണ് ഡീസൽ. കാല് കൊടുത്തു കഴിഞ്ഞാൽ പറന്ന് കയറുന്ന ഒരു ഫീലാണ് ശരിക്കും ആ വാഹനം. അതായത് 450 Nm ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളെക്കാളും ടോർക്കായി ഈ വാഹനത്തിന്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു വാഹനമാണ്. അതിനകത്ത് നമുക്ക് കമ്പനി 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ് 17ആണ്. ഒരു 13നും 15നും ഇടയ്ക്കൊക്കെ നമുക്ക് അതിനകത്ത് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത് തന്നെ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ഒഴിച്ച്, അതായത് സെക്കൻഡ് വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണ്ട, നിങ്ങൾ 7X1 ഒരു ബേസ് വേരിയൻ്റാണ് നോക്കുന്നതെങ്കിൽ ഈ വേരിയൻ്റ് കൺസിഡർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 7X അത്യാവശ്യം ബുക്കിംഗ് പീരീഡ് ഉണ്ട്. എസ്പെഷ്യലി ബേസ് വേരിയൻറ്റിനൊക്കെ 1 മന്തിൽ കൂടുതൽ ബുക്കിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ 7X പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻഷുറൻസിൽ നിന്നുള്ള ചെറിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വന്നാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് AX പെട്രോൾ മാനുവൽ വേരിയൻ്റ്. ഇതാണ് ശരിക്കുള്ള ഒരു ബേസ് വേരിയൻറ്റ്. 1399 ഈ വാഹനത്തിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 17,02,000 രൂപ. ഡീസലാണ് എങ്കിൽ ഇതിൻ്റെ 15,29 എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 18,89,000 രൂപയാണ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് AX3 വേരിയൻ്റാണ്. അതിനകത്താണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. AX3 പെട്രോൾ മാനുവലിന് 20,05,000 രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 21,88,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് 7X1 ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വാങ്ങണമെങ്കിൽ മിനിമം 21,88 സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഡീസലാണെങ്കിൽ ഡീസലിന് 20,72 മാനുവലിനും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 22,55. അതായത് ഡീസൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 22.5 ലക്ഷം രൂപ. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ ഓട്ടോമാറ്റിക്കും തമ്മിൽ ഏകദേശം 70,000 രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ. അങ്ങനെ നോക്കുന്നവർ ഡീസൽ ഓട്ടോമാറ്റിക് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനിയും AX ബേസ് വേരിയൻറ്റും AX3യും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മാനുവലിന് 3 ലക്ഷം രൂപ കൂടുതലാണ് AX3ക്ക്. ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യണമെങ്കിൽ 4,80,000 രൂപയാണ് പെട്രോളിന് കൂടുതൽ വരുന്നത്. ഡീസലാണെങ്കിൽ 3,16,000 രൂപയും നിങ്ങൾക്ക് കൂടുതൽ വരും. ഈ 3 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മിറർ ഫോൾഡിങ്, ബാക്കിലെ വൈപ്പർ വാഷർ ഡീഫോഗർ, പിന്നെ നമുക്ക് റിയർ ക്യാമറ, ഈ 3 ഫീച്ചറാണ് കൂടുതൽ ലഭിക്കുന്നത്. ഈ 3 ഫീച്ചറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ 3 ലക്ഷം രൂപ അഡീഷണലി മുടക്കുന്നത്. അതിനും നല്ലത് ഈ ബേസ് വേരിയൻ്റ് ആയിരിക്കും. ഇനിയും അപ്പോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, അതെടുക്കുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ നമുക്കില്ല. അതും ഒരു കാര്യമായിട്ട് പറയേണ്ടി വരും. ഇനി അടുത്തത് AX5 വേരിയൻ്റ് ആണ്. AX5 പെട്രോൾ മാനുവൽ ആണെങ്കിൽ 21,83,000 രൂപ. അതിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുതൽ ലഭിക്കുന്നുണ്ട്. ഒരു അലോയ്സൊക്കെ ലഭിക്കും. പക്ഷേ ഈ 17 ഇഞ്ച് വീൽസിൽ തന്നെയാണ് അവിടെ അലോയ്സ് ലഭിക്കുന്നത്. അതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 23,85. AX5 ഡീസൽ മാനുവൽ ആണെങ്കിൽ 22.5 ലക്ഷം രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 24,32,000 രൂപയാണ് പ്രൈസ് വരുന്നത്. XUV 7X1 ഒരു പ്രീമിയം ഫീൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട വേരിയൻറ്റ് AX7 ആണ്. അതായത് ടോപ്പ് എൻഡിന് താഴെ നിൽക്കുന്ന വേരിയൻ്റ് എന്ന് പറയാം AX7. ആ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ പക്ക വാല്യൂ ഫോർ മണിയാണ്, വെർത്താണ്. പനോറമിക് സൺറൂഫ് പോലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കും. ആ ഡ്യുവൽ സ്ക്രീന് ഫുള്ളിൽ ഡ്യുവൽ സ്ക്രീൻ എന്ന് ഉദ്ദേശിച്ചാൽ ഡ്യുവൽ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല്, ഓട്ടോ AC, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്.
അതാണ് ബെസ്റ്റ് വേരിയൻറ്റ്. അപ്പോൾ AX7 പെട്രോൾ മാനുവൽ ആണ് എങ്കിൽ 23,46,000 രൂപ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 26,26. അതിൻ്റെ ഡീസൽ മാനുവൽ ആണെങ്കിൽ 24,09,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 26,99,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് AX വേരിയൻറ്റിൻ്റെ പ്രൈസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ താറിൻ്റെ ടോപ്പ് എൻഡ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഇഷ്ടമാണെങ്കിൽ. പക്ഷേ പ്രീമിയം ഫീൽ വേണമെങ്കിൽ ഈ വാഹനം മേടിക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്ത വേരിയൻറ്റ് വരുന്ന AX7T ആണ്. ആ വാഹനത്തിലൊന്നും മാനുവൽ വരുന്നുണ്ട് ഡീസലിൽ, പക്ഷേ അത് ആരും ചൂസ് ചെയ്യാറില്ല, എല്ലാവരും ഓട്ടോമാറ്റിക്കിലേക്കാണ് പോകാറ്. കാര്യം 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോയി. അതിൻ്റെ പെട്രോൾ മാനുവൽ ആണെങ്കിൽ 28,79, ഡീസൽ മാനുവൽ ആണെങ്കിൽ 30,91 പ്രൈസ് വരുന്നത്. ഇനിയും AX7L എന്നും പറഞ്ഞ് ലക്ഷറി ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 29,40, ഡീസൽ ഓട്ടോമാറ്റിക്കിന് 31,56 പക്ഷേ ഡീസലിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ 4x4 ആണ് നമ്മൾക്ക് വാഹനം ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. 7XO റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ബേസ് വേരിയൻ്റ് ഓൺവേർഡ്സ് ബുക്കിംഗ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം വേഗത്തിൽ വാഹനം നൽകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താറൊക്കെ ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. താറിനൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഫോർ മോർ ഇൻഫോ ഡിസ്ക്രിപ്ഷനിൽ ഇറ മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.